വാർത്തകളിലേക്ക് വിശദമായി. ദേവികുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഹൈക്കോടതി. സിപിഎം സ്ഥാനാർത്ഥി എ രാജയ്ക്ക് പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിക്കാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി യുഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതി വിധിക്കെതിരെ രാജ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകും. ദേവികുളം മണ്ഡലത്തിൽ നിന്ന് 2021 വിജയിച്ച LDF സ്ഥാനാർത്ഥി എ രാജയുടെ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ദേവികുളം തഹസിൽദാർ രാജയ്ക്ക് അനുകൂലമായി സമർപ്പിച്ച ജാതി സർട്ടിഫിക്കറ്റ് ശരിയല്ലെന്നും പട്ടികജാതി സംവരണത്തിന് എ രാജ അർഹനല്ലെന്നും ഹൈക്കോടതി വിധിച്ചു. എ രാജയ്ക്ക് ഹിന്ദു പറയ വിഭാഗത്തിൽ ഉൾപ്പെട്ട പട്ടികജാതിക്കാരൻ എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് രാജയുടെ നാമനിർദ്ദേശം റിട്ടേണിംഗ് ഓഫീസർ തന്നെ തള്ളേണ്ടതായിരുന്നു. പരിവർത്തിത ക്രൈസ്തവ കുടുംബത്തിലെ അംഗമാണ് രാജയെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. രാജയും പിതാവ് ആന്റണി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ജനനം, മാമോദിസ, വിവാഹം, മരണം, മൃതസംസ്കാര ശുശ്രൂഷകൾ എന്നിവയ്ക്ക് ക്രിസ്ത്യൻ സഭയായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ആചാരരീതികളും വിശ്വാസ പ്രമാണങ്ങളും പിന്തുടർന്നവരാണ് എന്ന് കോടതി കണ്ടെത്തി. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡി കുമാറിന്റെ ഹർജിയിലാണ് എ രാജയുടെ വിജയം റദ്ദാക്കിയത്. ജസ്റ്റിസ് പി സോമരാജിന്റേതാണ് ഉത്തരവ്. ഹൈക്കോടതി വിധിക്കെതിരെ എ രാജ സുപ്രീംകോടതിയെ സമീപിക്കും. CPM സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. സാധാരണഗതിയിൽ അപ്പീലിനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം അത് ആ രൂപത്തിൽ തന്നെ അപ്പീൽ പോകും എന്നാണ് കണക്കാക്കുന്നത്. സുപ്രീം കോടതി പല കേസുകളിലും ശരിയായ രൂപത്തിലുള്ള നിഗമനം ഹൈക്കോടതി വിധിയെ സംബന്ധിച്ചെടുത്തതായിട്ടുള്ള മുൻ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അപ്പീൽ സാധ്യതകൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ദേവികുളത്തെ ജനങ്ങളുടെയും ദൈവത്തിന്റെയും വിജയമെന്നായിരുന്നു ഹർജിക്കാരനായ ഡി കുമാറിന്റെ പ്രതികരണം. ഭരണകക്ഷിക്കാരായതുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് ഉദ്യോഗസ്ഥന്മാർ അംഗീകരിച്ചു. അതിന്റെ പേരിലാണ് അന്ന് രാജയുടെ നോമിനേഷൻ അംഗീകരിച്ചത്. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോരോ രേഖയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. അതാണ് ദേവികുളത്തെ ജനങ്ങളും ദൈവവും എനിക്ക് കൂടെ ഉണ്ട്. അതാണ് എനിക്ക് ഈ വിജയം കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസികളായ അന്തോണി എസ്തർ ദമ്പതികളുടെ മകനായി ജനിച്ച എ രാജ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നയാളാണെന്നും എ രാജയുടെ ഭാര്യ ഷൈനി പ്രിയയും ക്രിസ്തുമത വിശ്വാസിയാണെന്നും ഇരുവരുടെയും വിവാഹം ക്രിസ്തുമത വിശ്വാസപ്രകാരമാണ് നടന്നതെന്നുമായിരുന്നു ഡി കുമാറിന്റെ വാദം. എ രാജയുടെയും ഷൈനി പ്രിയയുടെയും വിവാഹ ഫോട്ടോ പ്രാഥമിക തെളിവായി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഡി കുമാറിനെ 7848 വോട്ടിനാണ് എ രാജ ദേവികുളത്ത് പരാജയപ്പെടുത്തിയിരുന്നത്. ന്യൂസ് 18 കൊച്ചി. എ രാജ സംവരണത്തിന് യോഗ്യനാണെന്നും നാളെ തന്നെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അനുകൂലമായ നിരവധി മുൻവിധികൾ ഉണ്ട്. കോൺഗ്രസ് ആരോപണം ജനങ്ങൾ തള്ളിയതാണ്. പട്ടികജാതി സമൂഹത്തെ വഞ്ചിക്കുകയാണ് CPM ചെയ്തതെന്ന VD സതീശന്റെ പരാമർശം മറുപടി അർഹിക്കുന്നില്ലെന്ന് CV വർഗീസ് പറഞ്ഞു. ജഡ്ജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ അനുസൃതമായി പ്രാഥമിക അന്വേഷണത്തിനെയും നമ്മൾ ഇതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന സുപ്രീം കോടതിയാണെന്നാണ്. ഞങ്ങൾ നാളെ തന്നെ അതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് സ്വാഭാവികമായിട്ട് സ്റ്റേ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനെ ആ രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പല കേസുകൾക്കകത്തും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഞങ്ങൾ തരും. VD സതീശനെ പോലെ ഇത്രയും ഒരു നിലവാരമില്ലാത്തൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്ന് മനസ്സിലായില്ല. കേരളം കണ്ടതിൽ ഏറ്റവും അപമാനിതരായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് VD. അദ്ദേഹത്തിനെന്തോ സമതല തെറ്റ് നടക്കാം. ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ UDF മിന്നുന്ന വിജയം നേടുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ദേവികുളത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. CPM കേരളത്തിലെ പട്ടികജാതി സമൂഹത്തോട് മാപ്പ് പറയണം. പട്ടികജാതിക്കാരനല്ലാത്ത ഒരാളെ കള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മത്സരിപ്പിച്ചതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF ദേവികുളത്ത് വൻ വിജയം നേടും, ഒരു സംശയമില്ല കാര്യത്തിൽ. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവന BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തലശ്ശേരി ബിഷപ്പ് ഹൌസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് റബ്ബർ വില 300 രൂപയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്കൊരു MP യും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം.
തലശ്ശേരി ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഇത്തരമൊരു നിലപാടിലേക്കെത്താൻ ബിഷപ്പിനെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ ചില രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും കാരണമായേക്കാം. ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസും ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകരും ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു മാർ ജോസഫ് പാംബ്ലാനിയുടെ പ്രസംഗം. കഴിഞ്ഞ ചൊവ്വാഴ്ച തലശ്ശേരി ബിഷപ്പ് ഹൌസിലാണ് നേതാക്കളും ബിഷപ്പുമായി ചർച്ച നടന്നത്. ഇക്കാര്യം ബിജെപി നേതൃത്വം സ്ഥിരീകരിച്ചു. കൂടിക്കാഴ്ചയിലൊക്കെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കർഷകർ നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചർച്ച ചെയ്യുമല്ലോ. ആ ചർച്ചയിൽ വന്നിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രയാസമല്ല. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഈ കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്. കർഷകരെ വഞ്ചിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടല്ലോ. തലശ്ശേരി ബിഷപ്പും ബിജെപിയുമായുള്ള അടുപ്പത്തെ കരുതലോടെയാണ് ഇടതു വലത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സമീപിക്കുന്നത്. ബിഷപ്പ് പറഞ്ഞതുകൊണ്ട് വിശ്വാസികൾ അനുകൂലിക്കണമെന്നില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലോ ഇടയലേഖനം വഴി പള്ളികളിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിച്ചാലോ വായിച്ചാലോ ഇന്നിപ്പോ മതനിരപേക്ഷ നാടിനെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. വിഷയത്തിൽ തുടക്കം മുതൽ പ്രതികരിക്കാൻ പോലും മടിച്ച കോൺഗ്രസ് സഭയെ അടുപ്പിക്കാൻ BJP നടത്തുന്ന നീക്കങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്താണ് പ്രതിരോധിക്കുന്നത്. രാജ്യത്ത് BJPയുടെ ഗവൺമെന്റ് ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കെതിരായി കർഷകർക്കെതിരായി വലിയ രൂപത്തിലുള്ള തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാരാണ്. ഇപ്പോൾ പറയാണ് ഞങ്ങൾ BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ കർഷകന്മാരോടൊപ്പമാണ്, അവർക്ക് ഇനിയും റബ്ബറിന് വില വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ മുട്ട കൊടുക്കാതെ പാത്തു കോഴിയെ കൊടുക്കുമെന്ന് ചോദിക്കുന്ന പോലെയാണ്. കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം ചേർത്താൻ BJP നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്നതാണ് തലശ്ശേരി ബിഷപ്പിന്റെ നിലപാട്. സഭയിലെ മറ്റു നേതൃത്വങ്ങൾ തലശ്ശേരി ബിഷപ്പിന്റെ നീക്കത്തോട് ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല. സഭാ നേതൃത്വത്തിലുള്ള പലർക്കും തങ്ങളോടുള്ള അകൽച്ച കുറഞ്ഞെന്നാണ് BJP വിലയിരുത്തൽ. പുതിയ സാഹചര്യം സാധ്യതയാക്കാനുള്ള നീക്കങ്ങൾ BJP നേതൃത്വവും ആരംഭിച്ചിട്ടുണ്ട്. K സുരേന്ദ്രനടക്കമുള്ളവർ സഭാ നേതൃത്വവുമായി ചർച്ച നടത്തിയേക്കും. S വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പ്രസ്താവന സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സത്യം പറഞ്ഞതിന് ക്രൈസ്തവ പുരോഹിതരെ വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ പള്ളികൾ ആക്രമിക്കപ്പെട്ടതിന് കോൺഗ്രസ് ആദ്യം മറുപടി പറയണം. റബ്ബറിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായും വി മുരളീധരൻ പറഞ്ഞു. ക്രൈസ്തവ മതപുരോഹിതന്മാർ വസ്തുതകൾ തുറന്നു പറയുമ്പോൾ ആ വസ്തുതകൾ തുറന്നു പറയുന്ന മതപുരോഹിതന്മാരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന സമീപനം, ആ സമീപനമാണ് കോൺഗ്രസും CPM-ഉം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം റബ്ബറിന്റെ വില കൂട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. പ്രശ്നം ഒരു ബിഷപ്പിന് അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെടുന്ന അദ്ദേഹത്തിന്റെ അംഗങ്ങൾ, ആ സമുദായത്തിലുള്ള അംഗങ്ങൾ, മലയോര കർഷകരായിട്ടുള്ള ആളുകൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രി അറ്റൻഡർ ശശീന്ദ്രൻ മയ്യന്നൂരാണ് പിടിയിലായത്. സ്ത്രീകളുടെ സർജിക്കൽ ICUവിൽ വെച്ച് പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. ജീവനക്കാരനെ അന്വേഷണ വിധേയമായി മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും സ്ത്രീക്ക് നേരെ ആക്രമണം. രാത്രി മരുന്ന് വാങ്ങാൻ പോയ സ്ത്രീ ആക്രമിക്കപ്പെട്ടയുടൻ സഹായത്തിനായി പേട്ട പോലീസിനെ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. രാത്രി സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നും ആക്രമിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞു. പരാതി കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. തിരുവനന്തപുരം പാറ്റൂർ മൂലവിളാകത്ത് തിങ്കളാഴ്ച രാത്രി മരുന്ന് വാങ്ങാൻ പോയ സ്ത്രീയാണ് ആക്രമിക്കപ്പെട്ടത്. എന്റെ വീട്ടിലേക്ക് കയറാനായിട്ട് ടേണിങ്ങിലേക്ക് തിരിഞ്ഞതും ഇയാൾ എന്നെ കയറാൻ വണ്ടി എടുക്കാൻ സമ്മതിക്കാതെ ക്രോസ് ആക്കി വണ്ടി കൊണ്ടുവത്തിച്ചിട്ട് എൻ്റെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. വേദന കൊണ്ട് പൊളഞ്ഞ ഞാൻ ഇയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് നിന്നെ തൊട്ടാൽ എന്തു ചെയ്യുമടി എന്ന് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ മുടിക്ക് കുത്തി പിടിക്കുകയും അവിടെയുള്ള കരിങ്കൽ ചുമരിലേക്ക് എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോയി എൻ്റെ ദേഹം മുഴുവനും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട് വീട്ടിലെത്തിയ ഉടൻ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ മകൾ പേട്ട പോലീസിനെ സഹായത്തിനായി വിളിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണം. ഗൂഗിൾ സെർച്ച് ചെയ്ത് പേട്ട സ്റ്റേഷനിലെ നമ്പർ എടുത്ത് വിളിക്കായിരുന്നു. വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, സാർ എൻ്റെ അമ്മയെ ആരോ ആക്രമിച്ചു, ഞങ്ങൾക്ക് വീട്ടിലാരുമില്ല, ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമാണുള്ളത്, ഒന്ന് ഇവിടം വരെ വരാമോ,
വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആംബുലൻസ് എങ്കിലും അമ്മയെ ആശുപത്രി കൊണ്ടുപോയി അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ അഡ്രസ്സ് എവിടെയാണ്, മൂലവിളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചുകൊണ്ട് നിൽക്കുക അല്ലാതെ എന്തെങ്കിലും സഹായം ചെയ്യാമെന്നുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കേരളം വിടുകയാണെന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ. ഇവിടം സുരക്ഷിതമല്ല. ഇപ്പം എൻ്റെ മകള് പറഞ്ഞത് സത്യമായിട്ട് തോന്നി. മകൾ എപ്പോഴും പറയും ഇവിടം ശരിയല്ല അമ്മ, നമുക്ക് പോകാൻ പോകുന്നത്. പക്ഷെ ഞാനായിട്ടാണ് ഇവിടം വിട്ട് പോകാണ്ട് ഇങ്ങനെ നിന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയും വേഗം ഞാൻ കേരളം വിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോകുന്നതിന് തീരുമാനം. വ്യാഴാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയതിനു ശേഷമാണ് പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സ്ത്രീയുടെ പരാതി കൈകാര്യം ചെയ്തതിൽ പേട്ട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെ യഥാസമയം പരാതി അറിയിച്ചില്ല. കൃത്യനിർവഹണത്തിൽ ജാഗ്രത കാണിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. വഞ്ചിയൂരിൽ വീട്ടമ്മ ആക്രമിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ എന്ത് വൃത്തികേടും നടക്കുന്ന സാഹചര്യമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. 3 ദിവസം മുമ്പ് അമ്മയും മകളും മാത്രം ഒരുമിച്ച് താമസിക്കുന്ന വഞ്ചിയൂരിൽ മരുന്ന് മേടിക്കാൻ പോയി തിരിച്ചു വന്ന അമ്മ ഒരു അക്രമിയെ ആക്രമിച്ചു. മകള് കരഞ്ഞു വിളിച്ച് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും പോലീസ് വരാൻ തയ്യാറായില്ല. പോലീസ് പറഞ്ഞു വേണമെങ്കിൽ ആശുപത്രി കിടക്കുന്ന പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കട്ടെ, മൊഴി കൊടുക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്ഥിതി. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൂക്കിന് താഴെ ഉള്ളൊരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു സ്ത്രീ, മരുന്ന് മേടിക്കാൻ പോയ ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടിട്ട് ആക്രമിക്കപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിക്കാന്ന് പറഞ്ഞത്. എന്തൊരു അപമാനകരമായ കാര്യമാണ്. വാർത്തകൾ തുടരുന്നു. കേരള സർവകലാശാലയ്ക്കെതിരെ പരാതി. പ്രസവിച്ച് 8ാം നാൾ യുവതിയെ വിളിച്ചു വരുത്തി. സർവകലാശാലയിലെത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ഡെപ്യൂട്ടി രജിസ്ട്രാർ. സംഭവത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥന്റെ ഈഗോ എന്ന ആക്ഷേപം. ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ലോങ് ലീവിലായിരുന്ന യുവതി മെറ്റേണിറ്റി ലീവിന് അപേക്ഷിക്കാൻ മാർച്ച് 1 സർവകലാശാലയിലെത്തി ഹാജരായി. സെക്ഷൻ അനുവദിച്ചു നൽകിയെങ്കിലും അപേക്ഷ സമർപ്പിച്ചിട്ടും പ്രസവാവധി അനുവദിച്ചു നൽകിയില്ല. ഡെപ്യൂട്ടി രജിസ്ട്രാറെ നേരിട്ട് വന്ന് കാണുകയോ നേരിട്ട് അപേക്ഷിക്കുകയോ ചെയ്യാത്തതിനാലാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്ന് യുവതിയെ അറിയിക്കുകയും ചെയ്തു. നിരന്തര സമ്മർദ്ദത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥന്റെ ഈഗോയ്ക്ക് വഴങ്ങി യുവതി കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് മുന്നിൽ ഹാജരായത്. അത് വളരെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കുകയും അതിന് യാതൊരു വിധത്തിലുള്ള പരിഗണന കൊടുക്കാതെ, എന്നാൽ അതിനെ അവിടോട് ഇരിക്കാൻ പറയുക പോലും ചെയ്യാതെയാണ് അതിനെ അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞത്. അത് തികച്ചും വളരെ നികൃഷ്ടമായ ഒരു ബാർബേറിയൻ കസ്റ്റമായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അത് അനുവദിക്കാൻ പാടില്ല എന്നും അതിനി മേലിൽ അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചത്. വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ രംഗത്തെത്തി. 7 ദിവസം പ്രായമായ കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയിട്ടാണ് ഈ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നത്. ഇത് ഒരു കേരള സമൂഹത്തിന് അപമാനകരമാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് തീർത്തും അപമാനകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ സമൂഹം ഉണരണം. വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഞങ്ങളൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പരാതി നൽകി കഴിഞ്ഞു. ഇടതുപക്ഷ സംഘടനയുടെ വനിതാ സബ് കമ്മിറ്റിയും വിഷയത്തിൽ കേരള സർവകലാശാല വിസിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേവലം ഒരു നീതി നിഷേധം മാത്രമല്ല ഇത്. മാതൃത്വത്തോടുള്ള കടുത്ത അവഗണന കൂടിയാണ് കേരള സർവകലാശാലയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ ഭീതി വിതയ്ക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാൻ കുങ്കിയാനകളെത്തി. വിക്രം എന്ന കുങ്കിയാനയാണ് ആദ്യമെത്തിയത്. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് പിടികൂടാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. 14 മണിക്കൂർ യാത്ര ചെയ്താണ് കുങ്കിയാനയായ വിക്രമിനെ ചിന്നക്കനാലിലെത്തിച്ചത്. എങ്കിലും കാര്യമായ ക്ഷീണമൊന്നും ഉണ്ടായില്ല. വിക്രമിനോടൊപ്പം വനംവകുപ്പ് അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷും എത്തി. ആനയ്ക്ക് ഇന്ന് വിശ്രമം നൽകും. വരും ദിവസങ്ങളിലായി മറ്റ് 3 കുങ്കിയാനകളും 26 അംഗ ദൌത്യസംഘവും ഇടുക്കിയിലെത്തും.
ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ അവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് പിടികൂടാനാണ് വനം വകുപ്പിന്റെ പദ്ധതി. ഇവിടെ അരിയും അനുബന്ധ സാധനങ്ങളും സൂക്ഷിക്കും. ഭക്ഷണം പാകം ചെയ്യുന്നതുൾപ്പെടെ ആൾതാമസമുണ്ടെന്ന് തോന്നിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ആനയെ പിടികൂടുന്നതിന് മുന്നോടിയായുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ ദേവികുളത്ത് നടക്കും. മാർച്ച് 25-ന് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പുഷ്പഗിരിയിൽ സ്കൂട്ടർ യാത്രക്കാരന് നേരെ കടുവകൾ പാഞ്ഞെടുത്തു. ഉദയഗിരിക്കും പുഷ്പഗിരിക്കും ഇടയിൽ അപ്പീൽ നൽകുന്ന കാര്യം സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മേയർ എം അനിൽകുമാർ. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിധിയിൽ പരാമർശിച്ച സാഹചര്യത്തിൽ കൂടിയാലോചന വേണമെന്നും മേയർ പറഞ്ഞു. 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ അറിയിച്ചു. അപ്പീൽ ഞങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിച്ച് എവിടെ കൊടുക്കണം, എങ്ങനെ ചെയ്യണം എന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ആലോചിക്കണം. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ടല്ലോ. സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു അഗ്രീഡ് പാർട്ടിയാണ് പല കാര്യങ്ങളിലും. അപ്പൊ തീർച്ചയായിട്ടും വളരെ കൃത്യമായി ആലോചിച്ചേ ചെയ്യുള്ളൂ. കാരണം നികുതിദായകരുടെ പണമാണല്ലോ ഈ കൊടുക്കാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അന്വേഷണ പുരോഗതിയാണുള്ളത്. അപ്പോൾ അന്വേഷണ പുരോഗതി ഞാൻ DGP അറിയിക്കും, ചീഫ് സെക്രട്ടറി അറിയിക്കും. തുടങ്ങിയുള്ള സ്ഥിതിക്ക് ആക്ച്വലി പൂർണ്ണമായി സകല കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന 48 പേരുണ്ടായിരുന്നു. 48കാരുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവൻ സെക്കൻഡ് ബൈ സെക്കൻഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്. CCTV 6 ക്യാമറകൾ നമ്മൾ കിട്ടിയിരുന്നു. അത് മുഴുവൻ നമ്മൾ പരിശോധിക്കുകയായി. പിന്നെ അവിടെ കംപ്ലീറ്റ് ആൾക്കാരുടെ മൊബൈൽ ഫോണുകളും മറ്റൊന്നും കോൾ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ പരിശോധിക്കുകയായി. FSL 8 മെമ്പർ വന്ന് FSL ടീം പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഷുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി ആകാശ് തില്ലങ്കേരിക്ക് ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി. തലശ്ശേരി 3-ാം അഡീഷണൽ ജില്ലാ കോടതിയാണ് ഹർജി തള്ളിയത്. ജാമ്യവ്യവസ്ഥ ആകാശ് ലംഘിച്ചെന്നായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറിന്റെ വാദം. കാപ്പ ചുമത്തിയതിനെ തുടർന്ന് ആകാശ് നിലവിൽ വിയ്യൂർ ജയിലിലാണ് ഉള്ളത്. വാർത്തകൾ തുടരുന്നു. ലോ കോളേജിലെ അക്രമങ്ങൾക്ക് പിന്നിൽ പതിവ് സംഘമെന്ന് ആരോപണം. 1 വർഷം മുൻപ് വിദ്യാർത്ഥിനിയെ ചവിട്ടിക്കുട്ടിയ സംഭവത്തിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ അധ്യാപികയെ ആക്രമിച്ചതും. അന്ന് കുറ്റാരോപിതരായിരുന്നവർ വീണ്ടും ക്യാമ്പസിൽ സജീവമായത് കോളേജ് മാനേജ്മെന്റിന്റെ ഒത്താശയോടെയാണെന്നും ആരോപണമുണ്ട്. തിരുവനന്തപുരം ലോ കോളേജിൽ SFI KSU സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ സഫ്നയെ ഓർമ്മയുണ്ടാകും. ായിട്ടല്ല ലോ കോളേജിൽ ഇപ്പോൾ അക്രമം നടക്കുന്നത്. SFI നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈയിടെയും കണ്ടത്. എനിക്കുണ്ടായ സംഭവത്തിൽ സ്റ്റാഫ് കൗൺസിൽ എൻക്വയറി നടത്തിയ ഒരു നടപടി എടുത്തെങ്കിൽ പോലും SFIയുടെ സ്വാധീനം ഉപയോഗിച്ച്, അവരാണിപ്പോൾ ഭരണപക്ഷം, അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് അവർ വീണ്ടും ക്യാമ്പസിൽ കയറി അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഈ മാർച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഈ ഒരു വിഷയത്തിൽ ഉള്ളത്. അപ്പം ഈ സ്റ്റാഫ് കൗൺസിൽ നടപടി എടുത്താൽ പോലും ഭരണത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഇവർ വീണ്ടും ക്യാമ്പസിനുള്ളിൽ അക്രമം അഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു, പേരിന് നടപടിയുമെടുത്തു. എന്നാൽ നടപടി ചട്ടപ്പടിയായി. അന്നത്തെ കേസിലെ പ്രതികൾ വീണ്ടും കോളേജിൽ ഭരണം തുടങ്ങി. ഈയിടെ നടന്ന വിഷയമാണെങ്കിൽ പോലും, ഇതിനു മുമ്പ് നടന്ന വിഷയമാണെങ്കിൽ പോലും ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ക്യാമ്പസിനുള്ളിലും പുറത്തുമായി നിൽക്കുന്നുണ്ട്. അപ്പം അവരുടെ കൂടെ സപ്പോർട്ടോടുകൂടിയാണ് ഇവർ ഇത്രത്തോളം അക്രമങ്ങൾ ക്യാമ്പസിനുള്ളിൽ അഴിച്ചുവിടുന്നത്. ഉപരോധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ടീച്ചർമാർ ഉൾപ്പെടെ പറഞ്ഞതാണ് ക്യാമ്പസിനുള്ളിൽ പുറത്തു നിന്നുള്ള പാർട്ടിക്കാരുണ്ടായിരുന്നു എന്ന്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. ഒപ്പം അവർക്ക് നിർലോഭം ലഭിക്കുന്ന അധികാര രാഷ്ട്രീയ പിന്തുണയും. ന്യൂസ് 18 തിരുവനന്തപുരം. ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിനെ പിടികൂടാനുള്ള നീക്കം ശക്തമാക്കി പഞ്ചാബ് പോലീസ്. പഞ്ചാബിൽ വ്യാപക പരിശോധന നടക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ഫ്ളാഗ് മാർച്ചും നടത്തി. പലയിടങ്ങളിലും മുൻകരുതലെന്ന നിലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ഇതിനിടെ അമൃത്പാൽ സിംഗിന്റെ അമ്മാവനും ഡ്രൈവറും ജലന്ധറിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങി. പോലീസ് നടപടിയിൽ ഇതുവരെ വാരിസ് ദേ പഞ്ചാബിന്റെ 112 പ്രവർത്തകർ അറസ്റ്റിലായി. മൊബൈൽ, ഇന്റർനെറ്റ്, SMS നിരോധനം നാളെ വരെ നീട്ടി. അതേസമയം അമൃത്പാൽ സിംഗിനെ പഞ്ചാബ് പോലീസ് അനധികൃതമായി രഹസ്യ കേന്ദ്രത്തിൽ തടവിലാക്കിയിരിക്കുകയാണെന്ന ഹർജിയിൽ ചണ്ഡീഗഡ് ഹൈക്കോടതി പോലീസിന് നോട്ടീസ് നൽകി. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയം നാളെ വരെയാണ്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഖലിസ്ഥാൻ പതാക ഉയർത്തി അക്രമം നടത്തിയതിൽ ഒരാൾ കസ്റ്റഡിയിൽ.
സംഘർഷത്തിൽ പങ്കെടുത്ത ആളാണ് പിടിയിലായതെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിന് പിന്നാലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലെ സുരക്ഷ ശക്തമാക്കി. ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസുമായി ഹൈക്കമ്മീഷൻ ചർച്ച നടത്തും. പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനെ പോലീസ് അനധികൃതമായി തടവിൽ വെച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഖലിസ്ഥാൻ അനുകൂലികളുടെ പ്രകടനം. സംഭവത്തിൽ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. UK-യുടെ നിസ്സംഗ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലണ്ടൻ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യം ഭരണപക്ഷവും ഉന്നയിച്ചു. ഡൽഹി മദ്യനയക്കേസിൽ BRS നേതാവ് K. കവിത ഇഡിക്ക് മുന്നിൽ ഹാജരായി. പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ഇഡിക്ക് മുന്നിൽ ഹാജരായത്. കഴിഞ്ഞ തവണ അസൌകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഹാജരായത്. കവിതയ്ക്കൊപ്പം സഹോദരനും തെലങ്കാന മന്ത്രിയുമായ KT രാമറാവുവും ഡൽഹിയിൽ എത്തിയിരുന്നു. സംയുക്ത കിസാൻ മോർച്ച ഡൽഹി രാംലീല മൈതാനത്ത് കിസാൻ മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് കർഷകർ ഒത്തുകൂടി. മിനിമം താങ്ങുവില സംബന്ധിച്ച നിയമപരമായ ഉറപ്പുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനം ആവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പെൻഷൻ കടം എഴുതിത്തള്ളൽ, കർഷക സമരത്തിന്റെ മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം, വൈദ്യുതി ബിൽ പിൻവലിക്കൽ എന്നിവയും കർഷകരുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. കാർഷിക ആവശ്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതിയും ഗ്രാമീണ കുടുംബങ്ങൾക്ക് 300 യൂണിറ്റ് വേണമെന്ന ആവശ്യവും യൂണിയൻ ആവർത്തിച്ചു. വാർത്തകൾ തുടരുന്നു. ബ്രഹ്മപുരം വിവാദത്തിൽ UDF കൌൺസിലർക്കെതിരെ കേസ്. കൌൺസിലറായ MJ അരിസ്റ്റോട്ടലിന് എതിരെയാണ് സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോർപ്പറേഷനിൽ നിന്ന് ഫയലുകൾ കടത്തിയെന്ന സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, ബ്രഹ്മപുരം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് കേസുകളുടെ ഒരു തുടർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ കൌൺസിലർ MJ അരിസ്റ്റോട്ടലിനെതിരെയാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിരിക്കുന്നു. സെക്രട്ടറി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും തന്നെ പറയുന്നത് ഇവിടെ നിന്ന് ഫയൽ അനുമതിയില്ലാതെ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ അരിസ്റ്റോട്ടിൽ കൌൺസിലർ അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പുള്ളി അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ അനുമതിയോടെ മാത്രമാണ് ഈ ഫയലുകൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അതിൽ കൌൺസിലർക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ ഫയലുകൾ പരിശോധിക്കാനുള്ള അധികാരമുണ്ട്, അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള അധികാരമുണ്ട്. അതെല്ലാം അതിന് അനുമതിക്ക് വിധേയമായി മാത്രമാണ് താൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് പറയുന്നത്. ഒരു ഫയലും അവിടെ നിന്ന് കാണാതായിട്ടില്ല. കാണാതായ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് പറയണം. CPM-ന്റെ രാഷ്ട്രീയ പ്രേരണ കൊണ്ട് മാത്രമാണ് സെക്രട്ടറി ഇത്തരം ഒരു പരാതി നൽകിയിരിക്കുന്നതും അത് പ്രകാരമുള്ള ഒരു കേസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നുമാണ് MJ അരിസ്റ്റോട്ടൽ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്. ബ്രഹ്മപുരം വിവാദവുമായി ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ എടുത്ത ഫയലുകൾ എന്തിനെ കുറിച്ചുള്ളതാണെന്നുള്ള വിവരങ്ങളുണ്ടോ? ഈ ഫയലുകൾ പ്രധാനമായും തന്നെ മുൻ കൌൺസിലർ കൂടിയായ മുൻ മേയറായ ടോണി ചമ്മിയുടെ കാലത്തുള്ള ഫയലുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്നടക്കമുള്ള ഒരു ആക്ഷേപമാണ് MJ അരിസ്റ്റോട്ടലിനെതിരെ ഉയർന്നിട്ടുള്ളത്. എന്നാൽ അരിസ്റ്റോട്ടലിൽ പറയുന്നത് ഇത് ബ്രഹ്മപുരം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് താനത് പരിശോധിക്കാൻ വേണ്ടി എടുത്തത്. അതിൽ ഫോട്ടോസ്റ്റാറ്റിന് ശേഷം അതിന്റെ പതിപ്പിന് ശേഷം താനത് തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിന് വളരെ വ്യക്തമായ രീതിയിലുള്ള തെളിവുണ്ട്. അത് അവിടെ ക്ലർക്കിനോട് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പരിശോധിക്കാവുന്നതാണ്. ഒരു ഫയലും നഷ്ടമായിട്ടില്ല. നഷ്ടമായ ഫയലുകൾ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്. ബ്രഹ്മപുരം പദ്ധതിയുമായി കഴിഞ്ഞ കൌൺസിലറുടെ കാലത്തുണ്ടായിരുന്ന ഫയലുകൾ അവിടെ നിന്ന് മാറ്റാനാണ് MJ അരിസ്റ്റോട്ടൽ ശ്രമിച്ചത് എന്നതാണ് പരാതിയിലെ ആ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ബ്രഹ്മപുരം സംബന്ധിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലെ ഭരണപക്ഷങ്ങളുടെ ഏറ്റുമുട്ടൽ ഈ രീതിയിൽ തുടരുകയാണ്. നേരത്തെ KPCC പ്രസിഡന്റ് K. സുധാകരനെതിരെ കേസ് എടുത്തിരുന്നു. അത് മറ്റൊരു ഫയലുകൾ നഷ്ടപ്പെട്ടു എന്ന ആരോപണമുണ്ടോ? പരാതിയിൽ അത് സൂചിപ്പിക്കുന്നുണ്ടോ? പരാതിയിൽ ഫയലുകൾ വ്യക്തമായി നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച പരാതിയിൽ സൂചിപ്പിക്കുന്നില്ല. അനുമതിയില്ലാതെ ഫയലുകൾ എടുത്തു എന്ന രീതിയിലാണ് പരാതി വന്നിരിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. CPM സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പരാതി നൽകിയതെന്ന് കൌൺസിലർ അരിസ്റ്റോട്ടിൽ പ്രതികരിച്ചു. ബ്രഹ്മപുരം സമരവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കേസിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നയം.
ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഒരു ഫയല് പരിശോധിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിന്മേലുള്ള ഒരു കൈയടത്തിലാണത്. സെക്രട്ടറിയുടെ അനുമതിയോടെയാണ് ഞങ്ങൾ എല്ലാ ഫയലുകളും പരിശോധിക്കാറുള്ളതും എല്ലാ ഫയലുകളുടെ രേഖ എടുക്കാറുള്ളതും. ഫോട്ടോ കോപ്പി എടുക്കുന്നത് പോലും സെക്രട്ടറിയുടെ അനുവാദത്തോടെയാണ്, ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടുകൂടി തന്നെ എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ കട്ടുണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ഫയൽ. ഞങ്ങളുടെ അവകാശമാണ് ഫയലുകൾ പരിശോധിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഫയലുകൾ പഠിച്ച് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട് വർത്തമാനം പറയുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. വേനൽ ചൂടിൽ മനുഷ്യർ വെന്തുരുകുമ്പോൾ പക്ഷികളെയും പ്രാണികളെയും കുറിച്ച് ഓർക്കുന്നവരുണ്ടോ? ഉണ്ടെന്ന നിസ്സംശയം ഉത്തരം പറയും കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ. പക്ഷികളുടെയും പ്രാണികളുടെയും ദാഹം അകറ്റാനുള്ള തണ്ണീർക്കുടം പദ്ധതിയാണ് ചോദ്യത്തിനുള്ള ഉത്തരം. വേനൽ കടുക്കുകയാണ്. മേലാകെ കനൽ വിതറി സൂര്യൻ കത്തിജ്വലിക്കുന്നു. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും വറ്റി വരളുമ്പോൾ ദാഹമകറ്റാൻ പെടാപ്പാടുപെടുകയാണ് പക്ഷികളും പ്രാണികളും. ഈ ദുരിതക്കാഴ്ചയിൽ നിന്നാണ് തണ്ണീർക്കുടം പദ്ധതി പിറവിക്കൊണ്ടത്. സംസ്ഥാനത്താകെ 5000 മൺപാത്രങ്ങളിൽ കുടിനീര് കരുതി വെക്കുകയാണ് ലക്ഷ്യം. പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത മൺപാത്രത്തിന് 55 രൂപ വില വരും. ഇത് സൗജന്യമായി നൽകും. കൊല്ലം ജില്ലയിലേക്ക് മാത്രമായി 1000 മൺപാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വേനലിൽ മനുഷ്യൻ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ പക്ഷികൾക്കും നമ്മുടെ ചുറ്റുമുള്ള പ്രാണികൾ, ഉറുമ്പടക്കമുള്ള പ്രാണികൾ വെള്ളം കിട്ടാതെ വലയുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പക്ഷികൾക്ക് തണ്ണീർക്കുടം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. സാഹിത്യകാരനും ആലുവ സ്വദേശിയുമായ നാരായണനാണ് പദ്ധതിയുടെ സ്പോൺസർ. മുൻവർഷങ്ങളിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും ഇത്തവണ പദ്ധതി കുറച്ചുകൂടി വിപുലീകരിച്ചു. ആവശ്യക്കാർ കരുനാഗപ്പള്ളിയിലെ സബർമതി ഗ്രന്ഥശാലയിലെത്തിയാൽ മൺപാത്രങ്ങൾ കൈപ്പറ്റാം. രാജ്യാന്തര കുരുവിദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി ജലദിനമായ മാർച്ച് 21 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് 18 കൊല്ലം. ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അങ്ങാടിപ്പുറം തിരുമാണ്ടാംകുന്ന് ക്ഷേത്രം ഓഫീസ് കെട്ടിടത്തിന്റെ പെയിന്റ് മാറ്റിയടിച്ചു. കെട്ടിടത്തിന് പച്ച നിറമടിച്ചു എന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആരോപണം. ഇതിന് പകരം ചന്ദന നിറമാണ് പുതുതായി അടിച്ചിരിക്കുന്നത്. ഈ മാസം 28-നാണ് വള്ളുവനാടിന്റെ ദേശോത്സവമായ അങ്ങാടിപ്പുറം പൂരം തുടങ്ങുന്നത്. പൂരത്തിന് മുന്നോടിയായി ക്ഷേത്രം പെയിന്റ് അടിച്ചതാണ് ഹിന്ദു സംഘടനകൾ വിവാദമാക്കിയത്. ഓഫീസും വഴിപാട് കൗണ്ടറും ഉൾപ്പെടുന്ന കെട്ടിടം പച്ച പെയിന്റ് അടിച്ചു എന്നായിരുന്നു ആക്ഷേപം. ഇപ്പം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ കാണാൻ നിങ്ങളൊരു പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് ആ ഒരു പ്രതീതി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കുക. അതും കൂടി വന്നതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് പിന്നെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. പ്രതിഷേധിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്ത മീഡിയ സോഷ്യൽ മീഡിയയാണ്. കഴിഞ്ഞ വർഷം അടിച്ച അതേ നിറം അല്പം കടുപ്പം കൂട്ടിയാണ് അടിച്ചത്. നിറം തിരഞ്ഞെടുത്തത് താൻ തന്നെയാണെന്ന് പെയിന്റിംഗ് കോൺട്രാക്ട് എടുത്ത വിനയൻ പറയുന്നു. പക്ഷെ അത് പള്ളിയുടെ പച്ച അല്ല. എത്രയോ വീടുകൾക്ക് ഞങ്ങളിത് ബോർഡർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ തിരൂർക്കാട് പള്ളിയുടെ ഒരു കളർ അടിച്ചിട്ടുണ്ട്. അത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ പച്ചയുടെ മാറ്റം എന്താന്ന് പിന്നെ ഒന്നാമത് തോന്നാൻ കാരണം അവിടെ ഡാർക്കാണ്, വെളിച്ചം അങ്ങനെ തട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പച്ചക്ക് ഒന്നും കൂടി ഒരു ഇരുട്ടിക്ക് തോന്നുന്നത്. ഇത് പച്ചയല്ല, ഇത് പീക്കോക്ക് കളറാണ്. അപ്പോൾ അത് ഈ ഇരുട്ട് സമയത്താകുമ്പോൾ നമുക്കൊരു പച്ച തോന്നും. അപ്പോൾ അത് തുറന്ന സ്ഥലത്താണ് അടിക്കുകയാണെങ്കിൽ പീക്കോക്ക് തന്നെയാണ് കളർ. ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഏറെ വൈകാതെ തന്നെ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റി. ചന്ദന നിറമാണ് പുതുതായി ദേവസ്വം കെട്ടിടത്തിൽ അടിച്ചിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. റമദാൻ കാലത്ത് ചായക്കടകൾ അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ നിർദ്ദേശിച്ചതായി കോഴിക്കോട് മുഖ്ദാർ ബീച്ചിലെ കച്ചവടക്കാരുടെ പരാതി. കടകൾ തുറന്നാൽ അടിച്ചു പൊളിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കടക്കാർ പറയുന്നു. മുഖദാർ ബീച്ചിൽ ചായയും പലഹാരങ്ങളും ഉപ്പിലിട്ടതുമൊക്കെ വിൽപ്പന നടത്തുന്ന ഒരുപാട് കടകളുണ്ട്. തീരദേശ പാതയോരങ്ങളിലെ കെട്ടിമറച്ച ഇത്തരം കടകൾ നടത്തുന്നത് പ്രദേശത്തുകാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുറച്ചാളുകൾ കടകളിലെത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. കച്ചവടം ചെയ്യണമെന്നുള്ള അഭിപ്രായമാണ്. നമ്മൾ ജീവിതമാർഗ്ഗമാണ്. അവരനുവദിക്കില്ല എന്ന് പറയണേ. അവരിത് അടിച്ചു പൊളിക്കുന്ന പറയണേ. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമുക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡിസ്ക് പ്രോബ്ലം. വൈകുന്നേരം നോമ്പ് തുറന്നാലും കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. കടകൾ തുറന്നാൽ ബീച്ചിൽ വൈകുന്നേരം പതിവ് പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടമായെത്തും. റമദാൻ മാസത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മഹലിന്റെ പേര് പറഞ്ഞെത്തിയവർ അറിയിച്ചതെന്നും ആരോപണമുണ്ട്. ചില ഇവിടുത്തെ താമസക്കാർക്ക് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാൻ വെച്ചാൽ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ സുഹൃത്തുക്കളാണ്. അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത ശേഷി ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നടക്കണേൽ
അപ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് ആ ഭാഗത്ത് വന്ന് ഇരുന്നിട്ട് ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പൂടിയിലേക്ക് വന്നാൽ ഈ പൂടി ഉണ്ടായിട്ടാണ് അവരവിടെ ഇരിക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ ചില ആളുകൾക്ക്. മഹല്ലിൽ നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് മുഖദാറിലെ കടക്കാർ പറയുന്നു. കടക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് ആരോപണം. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പേരിലാണ് മതവും സദാചാരവും ഒക്കെ കൊണ്ടുവന്ന് ചിലർ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നത്. ഇത്തരം ഫത്വകൾക്കെതിരെ മതപണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയായ മെഡിക്കൽ ട്രസ്റ്റ് സാന്ത്വന പരിചരണ രംഗത്തേക്ക്. കിടപ്പ് രോഗികൾ, വയോധികർ എന്നിവർക്ക് മൂല്യവർദ്ധിതമായ പരിചരണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഹൈബീഡൻ MP മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനം ചെയ്തു. ക്രിട്ടിക്കൽ കെയർ അടക്കം കൊച്ചി നഗരത്തിലെ ഏറ്റവുമധികം വിജയനിരക്കുള്ള ആശുപത്രിയാണ് മെഡിക്കൽ ട്രസ്റ്റ് എന്ന് ഹൈബീഡൻ പറഞ്ഞു. സാധാരണക്കാര് എറണാകുളത്ത് ആശ്രയിക്കുന്ന ഹോസ്പിറ്റൽസിൽ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സക്സസ് റേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്തുന്ന രോഗികളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ട്രോമ കെയർ, ഇമ്മീഡിയറ്റ് ഹെൽപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സക്സസ് റേറ്റ് വളരെ വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആശുപത്രിയിലെ മറ്റൊരു വിഭാഗം എന്നതിലപ്പുറം നാടിനോടുള്ള പ്രതിബദ്ധത കൂടിയാണ് പാലിയേറ്റീവ് കെയർ എന്ന് മെഡിക്കൽ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PV ലൂയിസ് പറഞ്ഞു. ഇതൊരു സോഷ്യൽ ഒബ്ലിഗേഷനാണ് മെഡിക്കൽ ട്രസ്റ്റിന്റെ വക. ഇതൊരു കമേഴ്ഷ്യൽ വെഞ്ചർ അല്ല. സത്യം പറഞ്ഞാൽ എന്തോരം പേര് നമ്മുടെ പഴയ പേഷ്യൻസ് ആയിരിക്കും, അവർ വയസ്സായി, അവർക്ക് ക്യാൻസർ വന്ന് അവർക്ക് സഹായം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നോക്കാൻ ആളില്ല, അവർ വേദന കൊണ്ട് സഹിക്കുകയാണ്. ഇവർക്ക് മെഡിക്കൽ ട്രസ്റ്റിന്റെ ഒരു സൊസൈറ്റിക്കുള്ള ഒരു സോഷ്യൽ ഒബ്ലിഗേഷനായിട്ട് ഏറ്റെടുത്തേക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. മെഡിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡയറക്ടർ ഡോക്ടർ PV തോമസ്, ഫിനാൻസ് ഡയറക്ടർ PV സേവ്യർ, ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വരുൺ രാജൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജു ഗോപിയുടെ നേതൃത്വത്തിലാണ് സാന്ത്വന പരിചരണ വിഭാഗം പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. രാജ്യം പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയുടെ 3ാം പതിപ്പിനെ ഞങ്ങൾ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത്. റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ രാജ്യത്തിന്റെ പ്രൗഢിയും അഭിമാനവുമായ വ്യക്തിത്വങ്ങളെ ഇക്കുറി ഞങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നു. രാജ്യത്ത് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച അസാധാരണമായ നേട്ടങ്ങൾക്കൊപ്പം അസാധാരണമായ ചില സാധാരണക്കാരുടെ കഥകൾ കൂടിയായിരിക്കും ഇത്. കാലാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുന്നവർ മുതൽ നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നവർ വരെയുള്ള വലിയൊരു നിര വ്യക്തിത്വങ്ങളാണ് ഇവർ. ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ടർമാർ ഇവരുടെ നേർചിത്രവുമായി വരും നാളുകളിൽ എത്തും. People have always believed that it is impossible to grow vegetables in the upper region of Ladakh. Then came Urgen Phuntsuk, who with his novel thought process and passion, even at a height of 14,000 feet, has proved everybody wrong. लोग कहते थे हाँ 14,000 फीट की ऊंचाई पर तो कुछ यहाँ पे सब्जी नहीं आता है, तो पहले मैंने फूल गोभी बंद गोभी लगाना स्टार्ट किया था, तो लोग हंसते थे क्या बोल रहे हैं फूल गोभी बंद गोभी आता है बोलेगा तो इसीलिए तो आजकल मैंने 33 टाइप्स का मैंने सब्जी ऑर्गेनिक ही उगाता हूँ जी. Due to Urgen's efforts today, we can get fresh vegetables in the highest reaches of Ladakh. जैसे कि मैंने आज तक ना सब्जी खरीदना पड़ता है, ना सरसों का तेल खरीदना पड़ता है जी, ना लहसुन ना प्याज, सब कुछ यहीं से मैं मगर निकाल के अपना सोच और हौसला होने से तो सब कुछ हो सकते हैं जी. मेरे से ज़्यादा अभी आने वाले बच्चों को लिए इतना अच्छा एजुकेटेड है जी, सब कुछ हो सकते हैं जी, बहुत बढ़िया हो सकता है जी. His passion and dedication has not only won him awards, but have also gotten him a mention by the Prime Minister Shri Narendra Modi himself in Mann Ki Baat. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.